അത് ഹോൾ വിസാഡ് ഹോൾ വിസാഡ് കഴിഞ്ഞിട്ട് അല്ല ഹോൾ വിസാഡ് കഴിഞ്ഞിട്ടില്ല, ഞാൻ വെറുതെ ഒരു ഹോൾ ഇട്ടിട്ട് പാറ്റേൺ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് സംഭവം. മനസ്സിലായോ? ഇങ്ങനെ ഒരു പ്ലേറ്റ് വരച്ചിട്ടെ വെറുതെ ഒരു ഹോൾ ഇട്ടിട്ട് അതിനെ വെച്ചിട്ട് പാറ്റേൺ എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. പ്ലേറ്റ് ഒരു വെറുതെ അതൊരു ഒരു കോമൺ ഫിഗർ ആയതുകൊണ്ട് വരച്ചാണ് കേട്ടോ. നീ ആ ടൂള് പറയാന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പൊ ആ പാറ്റേൺ അതിൽ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. ആ സർക്കുലർ പാറ്റേൺ, ലീനിയർ പാറ്റേൺ, മിറർ, ക്യാറ്റ്സ് ഉണ്ടല്ലോ. ഇയർഫോൺ ഉണ്ട്. പറഞ്ഞോ പറഞ്ഞു. എടേ ഇല്ലടേ, ഇതൊക്കെ സിമ്പിൾ സാധനമാണ്, ഇത് കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഇത് നീ ഇന്ന് ഇനി ആ, ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല നമുക്ക്. ഇത് നിർത്താം ഇന്ന്. അതാ നെറ്റ്വർക്കിന്റെയും കൂടി ആയിരിക്കും, അത് ഒരു മാലമ്പല്ലായിരുന്നു അതിന്റെ ഇവിടെ. എന്തായാലും ഉണ്ടല്ലോ, ഞാൻ ആ ടൂൾ ഒന്നുകൂടി പറയാം. ജസ്റ്റ് എനിക്ക് അത് ഒരു ഹോള് തന്നെ വേണമെന്നില്ല കേട്ടോ. ഒരു പ്രൊജക്ഷനോ ചെറിയൊരു എക്സ്ട്രൂഡോ എന്ത് വേണേ ആയാൽ മതി നമുക്ക് പാറ്റേൺ ചെയ്യാൻ. ഫുള്ളി ഡിഫൈൻ ചെയ്യാൻ ഇപ്പം സെറ്റ് അല്ലേ? നീ ഫുള്ളി ഡിഫൈൻ ചെയ്യില്ല എങ്ങനെ എന്ത് ജോമെട്രി കിട്ടി കഴിഞ്ഞാലും. ഓക്കെ, എന്നാ ഇനി ഒരു ടൂൾ പറഞ്ഞുതരാം. ഈ സ്കെച്ചിനകത്ത് ഇവിടെ ഡിസ്പ്ലേ ഡിലീറ്റ് റിലേഷൻഷിപ്പ് കണ്ടോ? അതിനെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളി ഡിഫൈൻ എന്നൊരു ടൂൾ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിക്കും എൻറ്റിറ്റീസ് ടു സ്കെച്ച്, എൻറ്റിറ്റീസ്, ഓൾ എൻറ്റിറ്റീസ് ഇൻ സ്കെച്ച്, അല്ലെങ്കിൽ സെലക്ടഡ് എൻറ്റിറ്റീസ് മാത്രം. ഇപ്പോൾ ഒരു ലൈന് സെലക്ട് ചെയ്ത് ആ ലൈന് മാത്രം എനിക്ക് ഫുള്ളി ഡിഫൈൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ അങ്ങനെ ഇതൊരു കുഴപ്പമുണ്ട്, അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് ആവൂല. അല്ലെങ്കിൽ ഓൾ എൻറ്റിറ്റീസ് ഇൻ സ്കെച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനത് മൊത്തം കളഞ്ഞിട്ട് ഫുള്ളി ഡിഫൈൻ ഓൾ എൻറ്റിറ്റീസ് കഴിഞ്ഞിട്ട് കാൽക്കുലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നോക്കി അതിനെ ഫുള്ളി ഡിഫൈൻ ചെയ്ത് തരും. പക്ഷേ അങ്ങനെ അത് തന്നെ റെക്ടാങ്കിളും ഇപ്പം വേറെ സർക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ അതും എല്ലാ സാധനത്തിനെയും അങ്ങ് എടുത്ത് ഡിഫൈൻ ചെയ്ത് തരും. പക്ഷെ അങ്ങനെ ചെയ് പക്ഷെ പക്ഷെ അങ്ങനെ ചെയ്ത ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എപ്പോഴും കിട്ടൂലടാ. നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന എപ്പോഴും കിട്ടൂല. എനിക്ക് ചിലപ്പോൾ വേണ്ടത് ഇതിൽ നിന്ന് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ അവർ തന്നത് ഈ ഡിസ്റ്റൻസാ. കണ്ടോ? അത് അതുകൊണ്ടാണ് ഇത് അത്ര എപ്പോഴും സജസ്റ്റ് ചെയ്യാത്തത്. ഓക്കെ. ഇനി ഇതിന് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു മേളിലേക്ക് ഒരു പ്രൊജക്ട് ചെയ്യുവാണ്, ചെറിയൊരു എക്സ്ട്രൂഡ് ചെയ്യുവാണ്. ഇതൊക്കെ പിന്നെ ഈ സാധനം ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ നീ ജന്മത്ത് തന്നെ ഡിഫൈൻ ചെയ്യാൻ നോക്കൂല. ഞാനൊരു എക്സ്ട്രൂഡും ഒരു കട്ടും കൂടിയാണ് ഇരുന്നത് കേട്ടോ. വെറുതെ ഒരു ചെറിയൊരു എക്സ്ട്രൂഡ്. അത് തന്നെ എക്സ്ട്രൂഡും എക്സ്ട്രൂഡ് കട്ടും. എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ദി ഫേസ് സെലക്ട് ചെയ്തിട്ട് സ്കെച്ച് കൊടുത്ത് എന്നിട്ട് ദേ സർക്കിളിനകത്ത് പോയിട്ട് സെൻട്രൽ ട്രാക്ക് ആവുന്നില്ല. ഓക്കെ, ഇതിന്റെ മിഡ് പോയിന്റും കൺട്രോൾ ഹോൾഡ് ചെയ്ത് ഇതും സെലക്ട് ചെയ്ത് വെർട്ടിക്കൽ കൊടുത്തു. ഈ പോയിന്റും കൺട്രോൾ ഹോൾഡ് ചെയ്ത് ഇതിന്റെ മിഡ് പോയിന്റ് സെലക്ട് ചെയ്ത് ഫസ്റ്റ് ഇതിന്റെ മിഡ് പോയിന്റും കൺട്രോൾ ഹോൾഡ് ചെയ്ത് സെന്റർ പോയിന്റ് സെലക്ട് ചെയ്ത് ഹൊറിസോണ്ടൽ കൊടുത്ത്. അപ്പൊ അതിന്റെ ലൊക്കേഷനായി. ഇനി അതിന്റെ ഒരു ഡയമെൻഷൻ കൂടെ പറഞ്ഞു കൊടുത്തപ്പോൾ അത് ഡിഫൈൻ ആയി. അവിടെ ചെറിയൊരു ഹോളും കൂടി ഇട്ടേക്കുക. ഓക്കെ, ഫീച്ചർ എക്സ്ട്രൂഡ് കട്ട് ത്രൂ ഓള് കട്ടിട്ടല്ലോ. ഇനി നോക്കി, എനിക്ക് ഇത് ഒരു 5 ഒരു ഒരു ഹോളും കിട്ടും, അത്രേ ഉള്ളൂ. സംഭവമൊന്നുമില്ല, എനിക്ക് ഇത്രയും കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് ഈ പരിപാടി കാണിക്കാൻ വേണ്ടിയാ. ഇവിടെ പാറ്റേൺസ് കണ്ടോ, ഫീച്ചേഴ്സ് കണ്ടോ? ഫീച്ചേഴ്സ് ആയിട്ട് ഒരെണ്ണമല്ല 2 പറഞ്ഞു കൊടുക്കാം. എക്സ്ട്രൂഡും ആ എക്സ്ട്രൂഡ് കട്ടും, ആ 2 ഫീച്ചേഴ്സിനെയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലീനിയർ പാറ്റേൺ ചെയ്യാൻ പറ്റും. ലീനിയർ പാറ്റേണിനകത്ത് ഇവിടെ പോയിട്ട് ഫസ്റ്റ് ഡയറക്ഷൻ പറഞ്ഞു കൊടുത്തു. എനിക്ക് അപ് ടു റെഫറൻസ് ആണ് ചിലപ്പോൾ നീ ശ്രദ്ധിക്കാതെ പോകാൻ ചാൻസ് ഉള്ള സാധനം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നോക്കി 2 ഓപ്ഷൻ ഉണ്ട്, സെൻട്രോയിഡ് അല്ലെങ്കിൽ സെലക്ടഡ് റെഫറൻസ്. സെൻട്രോയിഡ് എന്ന് വെച്ചാൽ ഈ ഒരു ഫീച്ചറിന്റെ സെൻട്രോയിഡ് ഞാനൊരു അപ് ടു റെഫറൻസ് പറഞ്ഞു കൊടുക്കുക, അത് ഈ ഫേസ് പറഞ്ഞു കൊടുക്കുക, ആ ഫേസ് വരെ പാറ്റേൺ ചെയ്യും. സെൻട്രോയിഡ് എന്ന് വെച്ചാൽ അതിന്റെ ഒരു ജോമെട്രിക് സെന്റർ ഇല്ലേ, അതിന്റെ ഒരു സെന്റർ പോയിന്റ്, ആ എൻറ്റയർ ഫീച്ചറിന്റെ ഒരു സെന്റർ പോയിന്റിനെ ഇവിടം വരെ പാറ്റേൺ ചെയ്യും.
ആ അല്ല, അപ് ടു റെഫറൻസ്, അപ് ടു റെഫറൻസ്. ആ അതിലേക്ക് അതിലേക്ക് ആ ആ ആ, അത് ഈ ഒബ്ജക്റ്റിന്റെ മൊത്തത്തിലുള്ള സെൻട്രോയിഡ് നോക്കും. റെക്ടാംഗിൾ സ്ലാബിന്റെയോ അല്ലെങ്കിൽ ഇപ്പൊ ഈ ക്ലേസിൽ പറഞ്ഞ ഏറെക്കുറെ ഇവിടെയൊക്കെ ആയിട്ട് വരും. എവിടെ? മൾട്ടിപ്ലിക്കേഷനോ? ആ അല്ലടാ, അത് ഞാൻ പറഞ്ഞ അത് എന്തിനാ പറയുന്നത് പറയാം. നോക്കി, ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നില്ലേ നമ്മളിപ്പോ ഇവിടെ സ്പേസിങ് 10 mm എന്ന് പറഞ്ഞു കൊടുത്തില്ലേ, അല്ലെങ്കിൽ ഞാൻ 25-50 mm എന്ന് പറഞ്ഞു കൊടുത്തില്ലേ. ആ ആ ഡിസ്റ്റൻസ് എവിടെ തൊട്ട് എവിടെ വരെയാണെന്നാ പറയണത്. സെൻട്രോയിഡ് ടു സെൻട്രോയിഡ് അതാണ് പറയുന്നത് കേട്ടാ. എന്നിട്ട് ഒന്നില്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് പറഞ്ഞു കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്കിവിടെ സെലക്ടഡ് റെഫറൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ സെലക്ടഡ് റെഫറൻസിനകത്ത് പോയി കഴിഞ്ഞിട്ട് ഞാൻ ദേ ഈ ഫേസ് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ആ ഫേസ് പറഞ്ഞു കൊടുത്തിട്ട് ഇവിടെ ഞാൻ ഡിസ്റ്റൻസ് അല്ല, ഞാൻ ഇവിടെ കൗണ്ടാ പറഞ്ഞു കൊടുക്കുന്നത്. കണ്ടോ? ആ ഫേസ് നമ്മുടെ അപ് ടു റെഫറൻസ് ഇവിടെ അല്ലേ, ഇവിടെ ആ ഫേസ് ഇതുമായിട്ട് കോയിൻസിഡന്റ് ആയി. അവിടം വരെയും വരുമ്പം ടോട്ടൽ എത്ര എണ്ണം വേണം? 6 അല്ലെങ്കിൽ 8 എണ്ണം വേണം. അയ്യോ, 68 പോയി, സോറി. 6 അല്ലെങ്കിൽ 8 എണ്ണം വേണം നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ് ടു റെഫറൻസിനകത്ത് നീ ഇത് എഴുതി വെച്ചോ, ഈ പടം അങ്ങ് വരച്ചിട്ട് എഴുതി വെച്ചോ. അപ് ടു റെഫറൻസ് ആയിട്ട് ഞാൻ ദേ ഈ ഫേസ് പറഞ്ഞു കൊടുത്തു. ഇവിടെ സെലക്ടഡ് റെഫറൻസ് ആയിട്ട് ഞാൻ ദേ ഈ ഫേസ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് സെലക്ടഡ് റെഫറൻസ് ആവാൻ നേരത്ത് ഞാൻ ഇവിടെ പറഞ്ഞു കൊടുത്തത് കൗണ്ടാ, അല്ലാതെ ഡിസ്റ്റൻസ് അല്ല. ഡിസ്റ്റൻസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് അവിടെ നിൽക്കണം നിർബന്ധമില്ല. അതെ 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 അതെ, അത്രയും കറക്റ്റ്. പിന്നെ ഇവിടെ പിന്നെ ഒന്ന് ഡിസ്റ്റൻസ് ആണോ നമ്പർ ആണോ പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളത്, അത്രയും കാര്യങ്ങളെ പറയുള്ളൂ. ഡിസ്റ്റൻസ് ആണെങ്കിൽ റെഫറൻസ് പ്ലെയിൻ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിത് ഇവിടെ ഒരു ഡിസ്റ്റൻസ് പറഞ്ഞു കൊടുക്കാം. ഞാൻ ഇപ്പൊ 20 പറഞ്ഞു കൊടുത്ത്. അപ്പൊ നോക്കി, ഈ ഈ ഫേസ് തൊട്ട് ഈ ഫേസ് വരെയുള്ള ഡിസ്റ്റൻസ് 20 ആയിരിക്കും. ബേസിക്കലി അത് സെൻട്രോഡ് കൊടുത്താലും സെയിം തന്നെയാണ് എഫക്ട് വരുള്ളൂ കേട്ടോ. സെൻട്രോയിഡ് ടു സെൻട്രോയിലുള്ള ഡിസ്റ്റൻസും അപ്പോഴും 20 തന്നെയായിരിക്കും. ഈ ഒരു ഓപ്ഷന്റെ ആവശ്യം വരുന്നത് ഇതേപോലെ ഒരു ഒരു ഫേസ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാ. അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് കൊടുത്തിട്ട് കാര്യമില്ല, അപ്പൊ നമ്മൾ കൗണ്ട് കൊടുക്കണം. ഈ ഡിസ്റ്റൻസ് കൊടുക്കുവാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്യണം. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബൈ എത്ര ഇടുന്നൊക്കെ നമ്മൾ കണ്ടൊക്കെ പിടിക്കണം. മനസ്സിലായോ? ഓക്കെ. ഓക്കെ, വീണ്ടും വീണ്ടും അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് ഡയറക്ഷൻ 1, ഡയറക്ഷൻ 2ലും ഇതേ ഓപ്ഷൻസ് ഉണ്ട്. അപ് ടു റെഫറൻസും സെൻട്രോയിഡും എല്ലാ ഓപ്ഷൻസും ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ ഒരു കാര്യം, ദേ ഇവിടെ പുറത്തേക്ക് പോയി. എനിക്ക് അകത്തേക്ക് വേണം, റിവേഴ്സ് ഡയറക്ഷൻ എടുത്തു. ആ അതെ, ബോസ് എക്സ്ട്രൂ 2 അതെ. സ്ലാബ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇനി ഉം, ഇനി 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 ആ ഇവിടെ തന്നെ ഇൻസ്റ്റൻസ് ടു സ്കിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ നേരത്തെ ഇവിടെ കുറെ ബ്ലൂ അല്ല, എന്ത് കളർ അത്, പിങ്ക് ഡോട്ട് വന്നതുണ്ടോ? ഇൻസ്റ്റൻസ് ടു സ്കിപ്പ്. എനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇത് ഇങ്ങനെ പോയിട്ട് ഒഴിവാക്കാം. ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത്രയും സാധനങ്ങൾ എനിക്ക് വേണ്ട. ഇൻസ്റ്റൻസ് ടു സ്കിപ്പ് ഇത്. ഓക്കെ.
ഒരു ഫീച്ചറിനെ, അതായത് ഒരു എക്സ്ട്രൂഡോ റിവോൾവോ അങ്ങനെ ഒരു ഫീച്ചറിനെ പാറ്റേൺ ചെയ്യപ്പം ഫീച്ചേഴ്സ് കൊടുക്കുക. ഇനി അതല്ല ഒരു ഫുൾ ജോമെട്രി, എനിക്ക് സ്ലാബിനെയും ഈ ഹോളിനെയും മൊത്തത്തിൽ പാറ്റേൺ ചെയ്യണം എന്ന് ഇരിക്കട്ടെ. അങ്ങനെ ഇപ്പൊ എന്ത് കൊടുക്കണം? ബോഡീസ് ടു പാറ്റേൺ സെലക്ട് ചെയ്യണം. ഒരു തിരിച്ചു ഇതാണ് ഇൻസ്റ്റൻസ് സ്ക്രിപ്റ്റ്. പേര് തന്നെയുണ്ട്. ഒഴിവാക്കേണ്ട ആൾക്കാർ, ഇൻസ്റ്റൻസ് ടു ഒഴിവാക്കേണ്ട സാധനങ്ങൾ. പിങ്ക് വരും. അത് എക്സ്പാൻഡ് ചെയ്യപ്പം അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വരില്ല. പക്ഷേ അതുകൊണ്ട് ഒന്നും ഇവിടെ ക്ലിക്ക് ചെയ്തേ. എടാ അത് ഓൾറെഡി കൊടുത്തു വെച്ചേക്കുന്നുണ്ടാന്ന് തോന്നുന്നത്. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കാം. എല്ലാം പോയി. എന്താ പറ്റിയ, ഒരു മിനിറ്റ് നോക്കട്ടെ. വൃത്തിയുടെ ഇതുവരെ ഇങ്ങനെ വന്നിട്ടില്ല. നോക്കട്ടെ എന്നാ സംഭവിച്ചെന്ന്. ഉം, അതെ അതെ. വേറെ എന്തൊക്കെയാ വന്നിട്ടുണ്ട്. എഡ്ജ്, ഫേസ്, ജോമെട്രി, എന്ത് ഫേസ് ക്ലിയർ ഒന്ന്. നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. ഇങ്ങോട്ട് ഞാൻ എണ്ണ ഇവിടെ കൂട്ടി കൊടുത്തു പോയി. ഛേ, കുറയ്ക്കുക. ഇൻസ്റ്റൻസ് സ്കിപ്പ്. ഇത് കണ്ടോ? എക്സ്പാൻഡ് ചെയ്തപ്പം ആ സാധനം എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇത് വന്ന്. അത് അടി ആ പിങ്കിൽ പോയി ക്ലിക്ക് ചെയ്താൽ മതി. ഇത് തൊട്ട് 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 തൊടൊപ്പം പോകും. ഓക്കെ, അതാണ് സംഭവം. ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പൊ തന്നെ സെലക്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇനി ഇനി ഇത്രയും കഴിഞ്ഞിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഒരു പാറ്റേൺ ആയി. അയ്യോ, ആ ഒരു ഇതായില്ലല്ലോ. അതെന്താ പറ്റിയ? ഹോള് സെലക്ട് ആയില്ലേ? ഹോള് സെലക്ട് ആയില്ലടാ. ഇവിടെ ഒരു ഫീച്ചർ മാത്രമേ ആയുള്ളൂ. ആ ഹോളും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഹോളും കൂടെ എടുത്ത് പാറ്റേൺ. ഫീച്ചേഴ്സിനകത്ത് ആ ഹോൾ സെലക്ഷൻ വിട്ടുപോയി. ദി റൈറ്റ് ക്ലിക്ക് ഡിലീറ്റ് ഇങ്ങനെയായിരുന്നു കാണിച്ചത്. രണ്ടാമത്തെ ഹോളും കൂടെ സെലക്ട് ചെയ്യണം. എന്തിനെയാണ് പാറ്റേൺ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? അവർക്ക് എണ്ണവും സ്പേസിങ്ങും മാത്രം പറഞ്ഞാൽ പോരല്ലോ. ആരെയൊക്കെയാണ് പാറ്റേൺ ചെയ്യേണ്ടതെന്ന് കൂടി അറിയണ്ടേ? അതിന് വേണ്ടിയാ. ഇല്ല ഇല്ല ഇല്ല, നേരത്തെ ആയിട്ടില്ലായിരുന്നു. നോക്കി, നേരത്തെ നോക്കി ആ ഫേസിൽ മാത്രം ഒരു ഹോളേ ഉള്ളൂ. അങ്ങോട്ട് അടിയിലേക്ക് ഹോള് പോകുന്നില്ല. കണ്ട ഈ എക്സ്ട്രൂഡ് ഞാൻ ഞാൻ അറിയാതെ എന്തോ കാണിച്ച് പറ്റിപ്പോയതാ. അത് ഈ ഫേസ് സെലക്ട് ആയില്ല നേരത്തെ എടുത്തപ്പം. ഓക്കെ, ഇതിപ്പോ നോക്കി ഇതേപോലെ ആ ഒരു പാർട്ട് വണ്ണിനകത്തെ ആ ഒരു രണ്ട് ഫീച്ചറിനെ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്ത് ഉപയോഗിച്ചത്. ദേ ഈ ഒരു ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഫീച്ചേഴ്സ്. യെസ്. ആ, കട്ട് ടു എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഹോള് കട്ട് വണ്ണിനകത്ത് ഓൾറെഡി ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നില്ല, അത് കൊടുത്തില്ലായിരുന്നു. നോക്കി കണ്ടോ, ഈ ബോസ് എക്സ്ട്രൂഡ് ടു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ആദ്യം ചെയ്തപ്പോൾ. കണ്ടോ, ഈ ബോസ് എക്സ്ട്രൂഡ് ടു എന്താ? ഈ റെക്ടാംഗുലർ പ്രൊജക്ഷൻ. കട്ട് എക്സ്ട്രൂഡ് വൺ എന്താ? ഈ ഹോള്. പക്ഷെ കട്ട് എക്സ്ട്രൂഡ് വൺ ഇവിടെ സെലക്ട് അല്ല. സെലക്ട് ചെയ്തു, ഓക്കെ എടുത്തു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇനി എനിക്ക് അത് ഒഴിവാക്കണം. എനിക്ക് കട്ട് വേണ്ട. ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ഇതാ സെലക്ട് ചെയ്തിട്ട് ആ എക്സ്ട്രൂഡ് ടുവിനെ മാത്രം എടുത്ത് കളയുക. ഓക്കെ, കട്ടില്ലാതെ മറ്റേതിനെയൊക്കെ പാറ്റേൺ ചെയ്തു. കണ്ടാ? ഓക്കെ അല്ലേ? ഇനി അടുത്തത്
ആ, ഇനി എനിക്ക് പാറ്റേൺ ചെയ്യേണ്ടത് ഇതിപ്പോ ഞാൻ പാർട്ട് വണ്ണിന്റെ അകത്തെ ഈ രണ്ട് ഫീച്ചർ എക്സ്ട്രൂഡ് ടൂവും കട്ട് വണ്ണിനെയാണ് ഞാൻ പാറ്റേൺ ചെയ്തത്. എനിക്ക് ഇനി പാറ്റേൺ ചെയ്യേണ്ടത് ഈ എൻറ്റയർ പാർട്ട് വണ്ണിനെയാണ് ഇരിക്കട്ടെ. ഈ ഫുള്ള് സാധനത്തിന് എനിക്ക് അങ്ങോട്ട് ഒന്ന് പാറ്റേൺ ചെയ്യണം. ഈ ഫുൾ സാധനത്തിന് എനിക്ക് രണ്ടെണ്ണം ഇപ്പുറത്തേക്കും കൂടെ വേണം, ഒരെണ്ണം ഇപ്പുറത്തേക്കും കൂടെ വേണം, ഒരു ലെയർ വേണം. ബോഡി അങ്ങനെ വരുമ്പോൾ പാറ്റേൺസിനകത്ത് നമ്മൾ ഈ ഫീച്ചർ അല്ല സെലക്ട് ചെയ്യേണ്ടത്, ഈ ബോഡീസ് ടു പാറ്റേൺ ടിക്ക് ഓൺ ചെയ്തിട്ട് ഇതിനെ സെലക്ട് ചെയ്യണം. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഡയറക്ഷൻ വണ്ണും സ്പേസിംഗ് ആൻഡ് ഇൻസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ എണ്ണവും ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അപ് ടു റെഫറൻസ് മാത്രമല്ല സ്പേസിംഗ് ആൻഡ് ഇൻസ്റ്റൻസും ഉണ്ട്. അപ്പോൾ എനിക്ക് എണ്ണവും ഡിസ്റ്റൻസും മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. സെക്കൻഡ് ഡയറക്ഷനിലും അതുപോലെ തന്നെ എണ്ണവും ഡിസ്റ്റൻസും മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, അതെ. ഇവിടെ നോക്കി, ഇവിടെ ഫീച്ചേഴ്സ് കൊടുത്താൽ പരിപാടി നടക്കൂല. ഇവിടെ ബോഡീസ് ടു പാറ്റേൺ, ഇവിടെയും എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റൻസ് കിട്ടും, ഇൻസ്റ്റൻസ് ടു സ്കിപ്പ് കിട്ടും. ഓക്കെ, ഇത്രയും കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പാറ്റേൺ. ഓക്കെ, കണ്ടോടാ, മനസ്സിലായോ? അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ബോഡീസ് ബോഡീസ് മറ്റേത് ഇതാ ഇവിടെയാണോ? ആ ആ, അതെ അതെ. കട്ടിട്ട് എല്ലായിടത്തും വരും. ഞാൻ ചേഞ്ച് ചെയ്യാം. ഞാൻ പാറ്റേൺ വണ്ണിനെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഫീച്ചർ കൊടുക്കുക. എന്നിട്ട് ആ, ഇതിന്റെ അകത്തെ ഫീച്ചറായിട്ട് എക്സ്ട്രൂഡ് ടു മാത്രമല്ലേ ഉള്ളൂ. ഞാൻ ആ കട്ടും കൂടെ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇനി നോക്കി, പാറ്റേൺ ടൂവിനകത്ത് ആ ഹോളും വന്നിട്ടുണ്ട്. ഇതിലെ നീ ചോദിച്ചേ, അത്രേ ഉള്ളൂ, അതൊക്കെ അത്രേ ഉള്ളൂ. അതാണ് സർക്കുലർ ലീനിയർ പാറ്റേൺ വരുന്നത്. സർക്കുലർ പാറ്റേൺ നമ്മുടെ സമയം ഒരുപാട് സേവ് ചെയ്യാൻ പോകുന്ന ഒരു ടൂളാണ് സർക്കുലർ പാറ്റേണും പാറ്റേൺസും മിററും. ഇനി വരുന്നത് സർക്കുലർ പാറ്റേൺ. ഈ സർക്കുലർ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ്, ഇവിടെ ഫ്ലാൻസിന്റെ ഹോളൊക്കെ ഇല്ലേ, ഞാൻ നിനക്ക് അയച്ചു തന്ന ഒരു ഡ്രോയിങ് ഈ സാധനം ചെയ്ത് നോക്കിയായിരുന്നോ? വേറെ നല്ലൊരു സാധനം തരാം. വേറെ സാധനം വേറൊരെണ്ണം കൂടെ തരാം. നീ ചെയ്തോ എന്നാലും ഡ്രോയിങ് കേൾക്കട്ടെ. നീ സമയം അപ്പം ചെയ്താൽ മതി. ഇതൊരു പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാൻജ് കപ്ലിംഗ് എന്ന് പറയും. ഒന്ന് വരച്ചിട്ടുണ്ട് ഇതൊക്കെ. ഈ സാധനം കണ്ടോടാ, ഇതൊരു ക്രോസ് സെക്ഷൻ വ്യൂ. ഇത് അസംബ്ലി ഡ്രോയിങ് ആണേ. അസംബ്ലിയുടെ സൈഡ് വ്യൂവും ടോപ്പ് സെക്ഷൻ വെച്ചാൽ ഇതിന്റെ ഒരു 1/4 എടുത്ത് കട്ട് ചെയ്ത് ഇത് അല്ല, ഇത് ഇൻഡിവിജ്വൽ പാർട്ടിന്റെ ഡ്രോയിങ്. ഫ്ലാഞ്ച് 1, ഫ്ലാഞ്ച് 2, പിന്നെ ഒരു നെട്ടും ബോൾട്ട്, ഒരു കീ, അതിന്റെ അസംബ്ലിയുടെ ഫുൾ അസംബ്ലി വ്യൂ. അസംബ്ലിയുടെ ഈ ഒരു സെക്ഷൻ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ സെക്ഷൻ എടുത്ത് മാറ്റി ആ ഒരു വ്യൂ ആണിത്. ഇനിയിപ്പോൾ വരയ്ക്കേണ്ടത് അസംബ്ലി അല്ല, നീ വരയ്ക്കേണ്ടത് ഇപ്പോൾ ഇതുമാണ് വരയ്ക്കേണ്ടത്. അതിൻ്റെ അകത്ത് ഈ 4 ഹോള് വരുന്നത് കണ്ടോ? ആ 4 ഹോള് വരാൻ വേണ്ടി നമ്മൾ ഇവിടെ പാറ്റേൺ ചെയ്യണം. അതെങ്ങനെയാണ് വരയ്ക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ശരിക്കും അതൊരൊറ്റ റിവോൾവ് ഫീച്ചറാണ്, ഒരൊറ്റ റിവോൾവ് സാധനമാവും.
ഇങ്ങനെ വെച്ചാൽ സ്ക്രീൻ കാണാനോ ക്ലിയർ ആണല്ലോ അല്ലേ? നോക്കി ഇവിടെ ഇതിനെ എടുത്തിട്ട് ഒരു റിവോൾവ് കൊടുത്താൽ മതി. ഇവിടെ നടുക്കൊരു ഹോൾ ഉണ്ട്. പിന്നെ നോക്കി ഇവിടെ ഒരു 50 ഡയ ഉണ്ട്, പക്ഷെ ഇവിടെ ഒരു 55 ഉണ്ട്. ആ 55 എന്താന്ന് നോക്കി, കീവേയുടെ, അത് ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഡ്രോയിങ് ആണേ. ആ കീവേക്ക് പോകാനുള്ള ഒരു വഴിയുണ്ട്, ഒരു കീവേ ഉണ്ട്. ആ ഷാഫ്റ്റിന് ലോക്ക് ചെയ്ത് വെക്കാനുള്ള കീ ഉണ്ട്. അതിന് പോകാനുള്ള ഒരു വഴിയാണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായോ? ഉം? ഞാൻ ഉം. അല്ലല്ല, ഇത് സൈഡ് വ്യൂ ആണ്. സൈഡ്. അത് ഒരു വ്യൂ ഉള്ളൂ. അതിപ്പോ ഫ്രണ്ടോ ടോപ്പോ എന്തോ വേണേ സൈഡ് വ്യൂ എന്നും ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഒരു വ്യൂ മതി. ഞാൻ കാണിച്ചു തരാം, വരച്ച് കാണിച്ചു തരാന്ന് പറഞ്ഞേ. നോക്കി ഈ സാധനം കണ്ടോ, ഇതിപ്പോ എങ്ങനെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇതിവിടെ ഞാനിപ്പോ ഫ്രണ്ട് ലൈൻ സെലക്ട് ചെയ്ത് സ്കെച്ച് കൊടുത്ത്, എന്നിട്ട് ഒരു സെന്റർ ലൈൻ സെലക്ട് ചെയ്ത് രണ്ട് സെന്റർ ലൈൻ വരച്ചേക്കുക. ഇങ്ങനെ ഒരു വേർട്ടിക്കലും ഒരു ഹൊറിസോണ്ടലും ഒരു സെന്റർ ലൈൻ വരച്ചു. എന്നിട്ട് ഇതിനെ ഒന്ന് ഇത് സെന്റർ ലൈൻ. ഇവിടെ നിന്ന് ഈ സോളിഡ് ഉള്ള പോർഷൻ മാത്രം ഒന്ന് റിവോൾവ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഒരു ചെറിയ കീവേ ഉണ്ട്, അത് കട്ടും ചെയ്ത് കളയണം. ആ കീവേ കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അല്ലല്ല, അത് തന്നെ സിമെട്രി തന്നെ. പക്ഷെ ഇത് എങ്ങനെ ഉണ്ടാക്കണം ഞാൻ കാണിച്ചു തരാം, നിനക്ക് അപ്പം മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നിനക്ക് ഫുൾ ഐഡിയ കിട്ടും. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇത്ര എടുത്ത് ഈ ഒരു സെക്ഷനെ എടുത്തുനിന്ന് റിവോൾവ് ചെയ്യുകയാണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് പറയുന്നുണ്ട് 50. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് നീ ഇത് മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ. വരച്ച് കഴിയാൻ നേരത്ത് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. ഇത് ഒരൊറ്റ റിവോൾവിൽ ഈ സംഭവം ആവും. നോക്കിയേ, നമ്മൾ അസംബ്ലി നോക്കിയേ. ഇത് ഈ ഫ്ലാഞ്ച് 1ഉം ഫ്ലാഞ്ച് 2ഉം കൂടെ ചേർത്ത് വെച്ചേക്കുക. എന്നിട്ട് അതിനകത്തോട് ഒരു ഷാഫ്റ്റ് കയറ്റി വിട്ടേക്കുക. ആ ഷാഫ്റ്റിന് ലോക്ക് ചെയ്യാൻ വേണ്ടി രണ്ട് കീവേ ഇട്ട് വെച്ചേക്കുക. അപ്പൊ ആ കീവേയുടെ സ്പേസ് ആണ് ഇത് ഇവിടെ കാണുന്നത് 55. കണ്ടോ? 55 മാത്രം ഡയ അല്ല, അത് സ്ട്രെയിറ്റ് ഒരു കട്ട. ബാക്കി എല്ലാം ഡയയാ. 216, 200, 100 എന്നൊക്കെ പറയുന്ന ഡയയാണ്. ഇവിടെ 100, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 200. സെന്റർ ലൈൻ ആയതുകൊണ്ട് സെന്റർ ലൈൻ ടു ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ഈ ഡിസ്റ്റൻസ് കിട്ടും. ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പകുതി ഡബിൾ ആവും. നാൽപ്പത്താറ്, 21, 21. സ്മാർട്ട് ടൈം സ്മാർട്ട് ഡയമെൻഷൻ ഓഫ് ചെയ്തിട്ട് ഇവിടെ നോക്കിയാൽ ഇവിടെ അകത്തേക്കാണ് ഈ പോർഷൻ പുറത്തേക്ക് തള്ളിയിരിക്കുക. ഒരു എത്ര 5 mm. മറ്റേ പാർട്ടിൽ കണ്ടോടാ, അകത്തേക്ക് തള്ളിയിരിക്കുക ഒരു 6 mm. ഒരു മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും. ഇതകത്തേക്ക് ഇതകത്തേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് വെച്ച്, എന്നിട്ട് ഇതാണ് 5. ഹലോ? അല്ലല്ല, 5 ഈ സ്റ്റെപ്പ് കണ്ടോ, ഈ സ്റ്റെപ്പ് അതിന്റെ സൈസാണ് 5 mm. അതെ. നോക്കിയടാ, ഇത് 5, തിക്നെസ് 5, തിക്നെസ് 5. പിന്നെ അതിന്റെ ടോട്ടല് 80. ഇനി അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഡിഫൈൻ ആയി. അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളി ഡിഫൈൻ ആയി. 50 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഫുള്ളി ഡിഫൈൻ ആയി സ്കെച്ച്. കണ്ടോ? ഇനി അതിനെ
ഇവിടെ പോയിട്ട് റിവോൾവ് എറൗണ്ട് ആക്സിസ് ആയിട്ട് ഈ ആക്സിസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സാധനമായി. ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ സാധനം. കണ്ടാ? ഹലോ, പോയോ? മിഥുനെ കേക്കാവിടെ? കേക്കാവോ? ഒരു സാധാ റിവോൾവ്, വെറുതെ റിവോൾവ്. ഫീച്ചർ റിവോൾവ്, ഇത് ആക്സിസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ആ, ഇല്ല ഇല്ല, ഏത് ഈ ഹോള് 50ന്റെ ഹോള് ഞാൻ നമ്മൾ നേരത്തെ ഇട്ടു. അതല്ലാതെ ഈ 55ന്റെ ഒരു കട്ട് കണ്ടോ? ആ കട്ട് എങ്ങനെ ഇടണമെന്ന് കാണിച്ചു തരാം. ആ കട്ടിന്റെ ഹൈറ്റ് നമുക്കറിയാം. ഈ എൻ പോയിന്റ് 55ആണ്. അതായത് ഇതിന്റെ എൻ പോയിന്റിൽ നിന്ന് 55 വരെ. ഇതിൽ കൂടുതൽ സ്പീഡ് കുറയും തോന്നല്ല. ഇത് കണ്ടോ? ഇവിടെ ഇവിടുന്ന് ഇവിടം വരെ 55. എടാ 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 എടാ, നീ വെറുതെ പണി ഒപ്പിക്കല്ലേ? ആ, എന്തെങ്കിലും നോക്കി കിടക്കുക. ഇത് 55 കണ്ടാ? ഇവിടെ- ഇത് ഏത് നോക്ക്, ഡയമീറ്റർ 50, അതിൽ നിന്ന് ഒരു 5 കൂടെ കൂടുതലുണ്ട്. ഇവിടുന്ന് ഒരു 5 കൂടെ കൂടുതലുണ്ട്. ഓക്കെ, ജസ്റ്റ് അങ്ങ് വരച്ച് എന്നിട്ട് ഞാൻ ചുമ്മാ ഒരു റെക്ടാങ്കിൾ അങ്ങ് വരയ്ക്കുവാണേ. ഇങ്ങനെ ഒരു സെന്റർ പോയിന്റ് വരച്ചിട്ട് ഇങ്ങനെ സാധനം വരയ്ക്കുക. ഓക്കെ, അതെന്തിനാന്ന് കാണിച്ചു തരാം. അതെന്തിനാ വെച്ചാൽ ഈ കട്ടിടാൻ വേണ്ടിയാ. അതിന്റെ ഹൈറ്റ് എനിക്കറിയാം ഇവിടം വരെയാന്ന്. ഇവിടം വരെയാന്ന്. പക്ഷെ അതിന്റെ വിട്ത് ഇനി എങ്ങനെ കണ്ടുപിടിക്കും പറ? മേലെ നോക്കി. നീ അത് ഡ്രോയിങ് നോക്കിട്ട് പറ. ഈ 26 എവിടെ 55? 55 55 55. അത് ഇതാണ്, അത് ഈ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് നോക്കാൻ നേരത്ത് എനിക്ക് വേണ്ടത് ഇത് എന്തായാലും 26 അല്ല, 25ഓ 26ഓ അല്ല. ഏഹ് അതിന്റെ വീതി, അതാണ് ഞാൻ ചോദിക്കുന്നത്. സർക്കിളിന്റെ അത്രയും വരും എന്താ ഉറപ്പ്? അത് മൊത്തം കട്ടായി സർക്കിൾ ഇതിന് വരെ ഇപ്പം എനിക്കും. ഓക്കെ, അത് മൊത്തം കട്ടായി പോണം, അതും ഓക്കെ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് അതും അല്ല കേട്ടോ. അതും ഓക്കെ, കറക്റ്റാ. മൊത്തം കട്ടായി പോണം, ഇങ്ങനെ ത്രൂ ഓള് കട്ടായി പോകും. ഓക്കെ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പ് 25ന് പകരം ഇവിടെ എത്ര കൊടുക്കും എന്നുള്ളതാണ് എനിക്ക് വേണ്ടത്. ഈ ഫിഗർ നോക്കിയിട്ട് പറഞ്ഞ. ഇതാ ഡ്രോയിങ്സ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സാധനമൊക്കെ. 6 ഇവിടെ. അതെന്താണെന്നറിയാവോ? അതല്ല. അത് ഈ 5 ഈ 6ന്റെ അകത്ത് കയറിയിരിക്കും. ഇത് നോക്കിയേ, ഇത് കണ്ടോ? എന്നിട്ട് അവിടെ ചെറിയൊരു 1ന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. സോറി, 6 5ന്റെ അകത്തല്ല, 5 6ന്റെ അകത്ത് കയറിയിരിക്കും. ഞാൻ പറയാം, നമുക്ക് ഇതേ കറക്റ്റ് ഇത് ഈ ഒരു 16, അതാണ് അവിടുത്തെ ഒരു വിഡ്ത്ത്. ഓക്കെ, 90. അത് മൊത്തം അത് കീവേ ഇതിന്റെ ലെങ്ത് ആണ്, ഈ കീവേയുടെ ലെങ്ത് ആണ്. അത് നമുക്കിപ്പോ വേണ്ട, നമുക്കിപ്പോ ഇവിടെ ഇതിട്ടാ മതിയല്ലോ. കീവേ നമുക്ക് പിന്നെ ഉണ്ടാക്കേണ്ട സാധനമല്ലേ. അപ്പൊ ഇത് ഒന്ന് 16 ഇട്ട് കഴിഞ്ഞ്
എഡിറ്റ് സ്കെച്ച് ഒന്നല്ല 16. 16 കൊടുക്കുക. എന്നിട്ട് താഴേക്കുള്ള എഡിഷൻസ് എത്ര വേണേ കിടന്നോട്ടെ. ഇത് എത്ര വേണേ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല അല്ലേ. ഇത് ഇപ്പൊ ഒരു എങ്ങനെ മുകളിലേക്ക് കുഴപ്പമില്ല. എക്സിറ്റ് അത് 55 കയറാൻ പാടുള്ളൂ. അത് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ 55 കയറ്റിയിട്ടുള്ളൂ. ഇവിടുന്ന് 55 കയറ്റിയിട്ടുള്ളൂ. ആ അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി അല്ല, ഇനി ഇതിനകത്ത് സർക്കുലർ പാറ്റേൺ എന്ന് വരുന്നത് എവിടെയാന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഹോള് കണ്ട. ആ ഈ സാധനമാണോ? ഈ സാധനം എനിക്കൊരു ആ എനിക്കൊരു 6 വേണം. എനിക്കൊരു 6 വേണം. ഒരു 6 കട്ടുണ്ടെന്ന് ഇരിക്കട്ടെ. സർക്കുലർ പാറ്റേൺ എടുക്കാം, കുഴപ്പമില്ല. സർക്കുലർ പാറ്റേൺ ഡയറക്ഷൻ ആയിട്ട് ദേ ഈ ഫേസ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതിന്റെ നടുക്കൂടെയുള്ള ആക്സസ് എടുത്തോളും. എന്നിട്ട് ഫീച്ചർ ആയിട്ട് ഈ ഫീച്ചർ സെലക്ട് ചെയ്യുക. എന്നിട്ട് 360 ഡിഗ്രിക്കകത്ത് 6. അതല്ലെങ്കിൽ ഇൻസ്റ്റൻസ് ആൻഡ് സ്പേസിങ്. എനിക്ക് ഇപ്പം 30 ഡിഗ്രി വെച്ചിട്ട് 6. അപ്പൊ 150 ഡിഗ്രിയിലും മൊത്തം വരും. ഇനി 60 ഡിഗ്രി വെച്ചിട്ട് 6. അത് നെറ്റ് എഫക്ട് 360 6 കൊടുക്കുന്നത് അതേ എഫക്ട്. ഓക്കെ. ഇതാണ് സർക്കുലർ പാറ്റേൺ. നമുക്ക് വേണ്ടതിനകത്ത് ഇങ്ങനെയല്ല. നമുക്ക് വേണ്ടത് ഒരു ഒരെണ്ണം മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ സർക്കുലർ പാറ്റേൺ വരുന്ന ഒരു സംഭവം ഉണ്ട്. ഇത് എവിടെയാന്ന് നോക്കിയത്. ഇത് കണ്ടോ, ഈ ഹോള് കണ്ടോ. പി സി ഡി 150-നകത്ത് ഒരു 16ന്റെ ഒരു ഹോൾ ഉണ്ട്. അത് 4 ഉണ്ട്. പി സി ഡി ഉദ്ദേശിക്കുന്നത് ഇതിങ്ങനെ ഒരു സെന്റർ, ഒരു ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു 150. അത് ഡോട്ടഡ് ലൈൻ, ആ റെഫറൻസിന് വേണ്ടിയുള്ളതാ. ഡോട്ടഡ് ലൈൻ ആക്കുക. ഡയമെൻഷൻ ടൂൾ ആക്റ്റീവ് ആയിരുന്നു. ഞാൻ 2 എസ്കേപ്പ് കൊടുത്ത് ഡയമെൻഷൻ ടൂളിൽ നിന്ന് പുറത്ത് വന്നു. എന്നിട്ട് ഇത് ഇവിടെ പോയിട്ട് കൺസ്ട്രക്ഷൻ, ഇത് ഇവിടുന്ന് കൺസ്ട്രക്ഷൻ കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ പോയി ഫോർ കൺസ്ട്രക്ഷൻ ആയി കഴിഞ്ഞാൽ അത് ഡോട്ടഡ് ലൈനായി. എന്നിട്ട് ഇത് ഇവിടെ ഒരു 16ന്റെ ഒരു സർക്കിൾ വരച്ചു. എന്നിട്ട് അതിനെ കട്ട് ചെയ്തു. ഫീച്ചർ എക്സ്ട്രൂഡ് കട്ട് ത്രൂ ഓൾ. ഓക്കെ. ഇനി അതിന് നമുക്ക് സർക്കുലർ പാറ്റേൺ ചെയ്യാം. ഡയറക്ഷൻ ആക്സസ് ആയിട്ട് ഇത് 4. 8 വേണമെങ്കിൽ 8. 360 ഡിഗ്രിക്കകത്ത് 8. ഇതാണ് സർക്കുലർ പാറ്റേൺ. ഓക്കെ. ഇതൊന്ന് നോട്ട് ചെയ്തോട്ടാ. ഇതൊന്ന് നോട്ട് ചെയ്തോന്ന്. വിത്ത് ജസ്റ്റ് ഫിഗർ വരച്ചിട്ട് എഴുതിയാൽ മതി. ഫിഗർ വരച്ചിട്ട് നിനക്ക് മനസ്സിലാവുന്ന രീതി എഴുതിയാൽ മതി. ഉം, ഉം, ഉം. എന്തോ ഫിഗർ മനസ്സിലാക്കുന്നതല്ലേ ഉദ്ദേശിച്ചേ. ഉം, ഉം, ഉം. അപ്പൊ
അതാണ് സർക്കുലർ പാറ്റേൺ. പിന്നെ വരുന്നത് മിറർ ടൂൾ ഉണ്ട്. മിറർ ടൂൾ ജസ്റ്റ് മിറർ ചെയ്യാൻ നമുക്ക് ഇവിടുന്ന് മിറർ ടൂൾ എടുക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് മിറർ എടുക്കാം. മിറർ സെലക്ട് ചെയ്തിട്ട് മിററിംഗ് പ്ലെയിൻ ഫേസ് ആയിട്ട് ഞാൻ ഈ ഫേസ് പറഞ്ഞു കൊടുത്തു. ഇവിടെയും നമുക്ക് ഒരു ഫീച്ചറിനെ മിറർ ചെയ്യാം, അല്ലെങ്കിൽ എൻറ്റയർ ബോഡി. ഇവിടെ എന്തിനാ മിറർ ചെയ്യാൻ? ഞാൻ എൻറ്റയർ ബോഡിനെ മിറർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ഒരു ബോഡീനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ നടുക്കത്തത് സെലക്ട് ചെയ്ത ഫേസ് ഇല്ലേ, അതൊരു മിററിംഗ് ഫേസ് ആയിട്ട് വെച്ചുകൊണ്ട് ആ ഒരു ജോമെട്രിനെ മിറർ ചെയ്ത കണ്ടോ. ഓക്കെ. ഇനി ഇവിടെ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. മെർജ് സോളിഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ടിക്ക് ഓഫ് ആണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓർമ്മയുണ്ട്, ഇവിടെ ഒരു വര വന്നാണ്ട് ഇടയ്ക്ക്. ടിക്ക് ഓൺ ആവുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതും പറഞ്ഞ് അകത്തേക്ക് ഒരു ഫിലറ്റ് ഇടുന്ന കാര്യം പറഞ്ഞ് ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ ഒരു ഫിലറ്റ് ഇടുന്ന കാര്യം ഞാൻ പറഞ്ഞ. എന്നാ ഉണ്ടാവില്ല, ശരിയായിരിക്കും. നിനക്കല്ലേ? ആ ഹാ പ്ലെയിൻ. ആ ആ ഓക്കെ. എന്നാ ഇതും കൂടി ഇരിക്കുമോ? മിററിനകത്ത് നമ്മൾ ഒരു ഫേസ് പറഞ്ഞു കൊടുത്തു, ഒരു ജോമെട്രി പറഞ്ഞു കൊടുത്തു, എന്നിട്ട് ഇവിടെ നമുക്കൊരു മിറർ ഇട്ടോളാം. എന്നിട്ട് ഇവിടെ മെർജ് സോളിഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓഫ് ആണെങ്കിൽ ഇ- ആ അതെ, മെർജ് സോളിഡ് മിററിനകത്ത് ഇവിടെ മെർജ് സോളിഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ. അത് ഓൺ ആണെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരൊറ്റ ബോഡി ആയിട്ടായിരിക്കും മെർജ് ആവുന്നത്. കണ്ടോ? ഇനി അത് ഓഫ് ആണെന്നിരിക്കട്ടെ. അവിടെ നടുക്കൊരു വര വന്ന കണ്ടോ. ആ അവിടെ നടുക്കൊരു വര വന്ന കണ്ടോ. അതായത് രണ്ട് പാർട്ടായി. രണ്ട് പാർട്ടായിട്ടാണ് സോൾജേഴ്സ് കണക്കാക്കുന്നത്. അതെ. മെർജ് സോളിഡ് ഓഫ് ആണെങ്കിൽ ടു ബോഡി, ഓൺ ആണെങ്കിൽ വൺ ബോഡി. ഇത് ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ മെർജ് സോളിഡിന്റെ ഇത് ഉള്ളൂ. ഇനി ഞാൻ മിറർ ചെയ്യാൻ വേണ്ടി ഞാൻ പുതിയൊരു പ്ലെയിൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാന്നിരിക്കട്ടെ. മിറർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് റെഫറൻസ് പ്ലെയിനകത്ത് പോയിട്ട് ഫസ്റ്റ് റെഫറൻസ് ഈ ഫേസ് ആയിട്ട് കൊടുത്തു. അടുത്തത് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ഡിഫോൾട്ട് ഓൺ ആവും. എന്നിട്ട് ഞാനൊരു 50 മാറിയിട്ട് പുതിയൊരു പ്ലെയിൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ മിറർ ചെയ്യാൻ പോവാം. മിററിങ് അബൌട്ട് ദിസ് പ്ലെയിൻ. മിറർ റെഫറൻസ് പ്ലെയിൻ ആയിട്ട് ഇത്, ബോഡീസ് ടു മിറർ ആയിട്ട് ഇത്. ഇവിടെ മെർജ് സോളിഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആയിട്ടും കാര്യമൊന്നുമില്ല. ആക്ച്വലി ഓൺ ആണെങ്കിൽ അത് മിറർ ആവൂല, എറർ വരും. കാരണം ഈ മുട്ടാത്ത സാധനങ്ങൾ എങ്ങനെ മെർജ് ആവുന്നത്? മെർജ് ഓഫ് ചെയ്താൽ മാത്രമേ അവിടെ മിറർ ആവുള്ളൂ. കണ്ടോ? അല്ല, അത് നമ്മൾ അടുത്ത റിവോൾവ് തന്നെ ചെയ്യണം. അതിന്റെ ജസ്റ്റ് ഞാൻ വിത്തൗട്ട് ഡയമെൻഷൻ ഞാൻ കാണിച്ചു തരാം. നീ വിത്ത് ഡയമെൻഷൻസ് ചെയ്തിട്ട് നയിക്കണേന്ന്. അതെ. ഫ്രണ്ട് പ്ലെയിൻ സ്കെച്ച്. ഇത് ഏറെക്കുറെ ഇങ്ങനെ വരും കേട്ടാ. ബട്ട് ഇതിന്റെ ഡയമെൻഷൻ ഇവിടെ നിന്ന് തന്നെ എടുക്കണേ.
മനസ്സിലായതിന് 50 ഇത് 75 തന്നെ. ഇത് അതെ അതെ. ആ 75 100 ഇങ്ങനെ ഇങ്ങനെ പോകും. ഇവിടെ 6 എന്ന് പറയുന്നത് ഇതാ. 46 21 അങ്ങനെ. ഇത് 80 ഇങ്ങനെയൊക്കെ പോയിട്ട് ഫീച്ചർ റിവോൾവ് ഈ ആക്സിനെ പോട്ടെ റിവോൾവ്. ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും, അല്ല അകത്തേക്ക് തള്ളി നിൽക്കും. ഇങ്ങനെയാണ് ഇതിന്റെ ഫീമെയിൽ പാർട്ട് വരുന്നത്. ഓക്കെ, കിട്ടിയോ 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 ഇതിന്റെ റിവോൾവ്. ആ ഫോട്ടോ അല്ല, ഈ ജോബ് വർഷം എങ്ങനെയാണ്? ഓക്കെ, അപ്പൊ അതാണ് ഇത് പാറ്റേൺസിനകത്തെ ലീനിയർ സർക്കുലർ. അതെ അതെ. ഗ്യാപ്പ് വിടാതെ ഒന്ന് കാണിക്കണോ, എങ്ങനെ ഇരിക്കുന്നു കാണിക്കണോ? അല്ല വേണ്ട. ആ, ഇപ്പൊ ഇതിന്റെ ഒരു 10 ഇരിക്കട്ടെ ഗ്യാപ്പ്. 10 ഇരിക്കട്ടെ. ഓ, അതാണല്ലോ ബാക്കിലേക്ക് എടുക്കാൻ പറഞ്ഞത്. 10 നോക്കിയേ. ഇപ്പൊ ആ ഗ്യാപ്പ് 10. അപ്പൊ എന്തായി? ആ റിവോൾവ് ചെയ്യാൻ നേരത്ത് ഈ ആക്സിസ് കേട്ടോ, അത് ചെറിയൊരു ഹോള് വന്നു. ആ 10 മാത്രമേ ഉള്ളൂ അവിടെ. ഓക്കെ, ഇതാണ് ലീനിയർ സർക്കുലർ മിറർ. ഇനി നമുക്ക് വരുന്നതുകൊണ്ട് കർവ് ഡ്രിവൺ പാറ്റേൺ എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. കർവ് ഡ്രിവൺ പാറ്റേണിന് ഞാൻ നേരത്തെ പോലെ ഒരു പ്ലേറ്റ് തന്നെ ഉപയോഗിക്കുകയാണ്. ആ, ഒരു പ്ലേറ്റ് തന്നെ ഉപയോഗിക്കുകയാണ്. ആ ഒരു പ്ലേറ്റിനകത്ത് ഒരു ഹോളോ സംതിങ് ഉണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, ഹോളോ അല്ലെങ്കിൽ നേരത്തെ പോലെ ഒരു പ്രൊജക്ഷനും ഒക്കെ ഉണ്ടെന്നിരിക്കട്ടെ കേട്ടാ. എനിക്ക് ഡിഫൈൻ ചെയ്തില്ല. പിന്നെ വരും വരും, പക്ഷെ നമുക്ക് കൺട്രോൾ ഇല്ല. എനിക്കറിയില്ല ഇത് നേരെയാണോ ചെരിഞ്ഞാണോ എത്ര ചെരിഞ്ഞാണ് എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഞാനിവിടെ ഒരു സ്കെച്ച് വരയ്ക്കുക. അതിന് ഞാനൊരു സ്പ്ലൈൻ ഉപയോഗിച്ചിട്ട് ഞാൻ ഇതിന്റെ സെന്റർ ഏറെക്കുറെ ഇതിന്റെ ഒരു സെന്റർ പോയിന്റ് നിന്ന്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു എൻ പോയിന്റ് ഞാൻ ഇങ്ങനെ ഒരു സ്പ്ലൈൻ ഉപയോഗിച്ച് ഇങ്ങനെ വരയ്ക്കുക. എനിക്ക് ആ സ്പ്ലൈൻ പോകുന്ന വഴിയിലൂടെ വേണം ഇവനെ പാറ്റേൺ ചെയ്യാൻ. സ്പ്ലൈനോ ലൈനോ ആർക്കോ എന്താണ് ഉപയോഗിച്ച് വരയ്ക്കാൻ കേട്ടോ. എക്സിറ്റ് ഫീച്ചേഴ്സിനകത്ത് പോയിട്ട് സർക്കുലർ പാറ്റേൺ എടുത്ത്, കർവ് ഡ്രിവൺ പാറ്റേൺ എടുത്ത് ഡയറക്ഷൻ 1 ആയിട്ട് ഞാൻ ഈ സ്പ്ലൈനെ പറഞ്ഞു കൊടുത്തു. ഫീച്ചറായിട്ട് ഞാൻ ഈ എക്സ്ട്രൂഡ് 2 പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടോ. ഈക്വൽ സ്പേസിങ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പറയുന്ന കൗണ്ട് അനുസരിച്ച്, ഞാനിവിടെ 8 പറഞ്ഞാൽ 8 എണ്ണം നോക്കി ഈക്വൽ ആയിട്ട് അവിടെ പ്ലേസ് ചെയ്തുണ്ടോ.
ഈക്വൽ ആയിട്ട് അവിടെ വന്നാണ്ടോ. അതാണ് കർവ് ഡ്രിവൺ പാറ്റേൺ. ഇവിടെ അലൈൻമെന്റ് കണ്ടോ, അലൈൻമെന്റ് അലൈൻ ടു സീഡ് ഉണ്ട്. അതായത് ഈ ഇനിഷ്യൽ ഒബ്ജക്റ്റ് എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ ഇരിക്കും. അലൈൻ ടു കെർവ് കൊടുത്തു കഴിഞ്ഞാൽ ആ കെർവ് അനുസരിച്ച് ഇവന്മാർക്ക് ചെറിയ വളവ് വരും. അലൈൻ ടു സീഡ് കൊടുത്താൽ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ ഈ എട്ടി കണ്ടോ, ആ ചെരിവ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഫുള്ളിരിക്കും. ടാൻജന്റ് ടു കെർവ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കെർവ് അനുസരിച്ച് ചെറിയൊരു വളവ് വരും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് കർവ് ഡ്രിവൺ പാറ്റേൺ. നമ്മൾ അധികം ഒന്നും അങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നില്ല ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷന്. വലിയ ഡിസൈൻ പർപ്പസോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതലും ഈ കർവ് ഡ്രിവൺ പാറ്റേൺ ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ വരുന്നൊരു സാധനമുണ്ട് സ്കെച്ച് ഡ്രിവൺ പാറ്റേൺ. ഞാൻ ഈ കർവ് ഡ്രിവൺ പാറ്റേൺ ചെറുതായിട്ട് ഇങ്ങനെ ആ വരച്ചു പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് മാറുവാണേ. കേൾക്കാം അവിടെ. എന്തോ കേൾക്കാം. ആ ഹാ ഹാ, കേട്ടില്ല. എങ്ങനെ ചെയ്യാനുള്ളത്? അത് മാറി, അത് കഴിഞ്ഞു. ആ, ഞാൻ നമുക്കുണ്ടല്ലോ ആ, അടുത്തൊരു പാറ്റേൺ വരുന്നുണ്ട്, സ്കെച്ച് ഡ്രിവൺ പാറ്റേൺ. ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് മാറ്റുവാണേ. ഇങ്ങനെ ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് തൽക്കാലത്തേക്ക് ഒന്ന് സപ്രസ് ആയിട്ട് ഇവിടെ ഇരിക്കും. ഒന്ന്
ഇതിങ്ങനെ മുകളിലേക്ക് ഒന്ന് ട്രാക്ക്, ഐ മീൻ മുകളിലേക്ക് ഒന്ന് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സപ്രസ് ആയിരിക്കും. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് മേപ്പോട്ട് താഴെ ആക്കിയാൽ മതി. ആ ഈ ഒരു ലൈനെ റോൾ ബാക്ക് എന്ന് പറയുന്നത്. ഇനി ഇനി ഒരു അടുത്ത കിട്ടുന്നുണ്ട് സ്കെച്ച് ഡ്രിവൺ പാറ്റേൺ. ഈ സ്കെച്ച് ഡ്രിവൺ പാറ്റേൺ നമ്മൾ നേരെ ഇവിടെ കുറച്ച് സ്കെച്ചുകൾ ഇട്ട് കൊടുക്കുക. ചുമ്മാ അവിടെ അറിഞ്ഞ പോയിന്റ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് പോയിന്റ് ഇട്ട് കൊടുത്തിരിക്കട്ടെ. ഓക്കെ, എക്സിറ്റ്. ഇനി ഇവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്, അത് വേണ്ട, എനിക്ക് ഇതിന്റെ പൊക്കത്ത് തന്നെ മതി. ഓക്കെ, സ്കെച്ച് ഡ്രിവൺ പാറ്റേണിനകത്ത് സെലക്ഷൻ ആയിട്ട് ഞാൻ ഈ ഒരു സ്കെച്ചും ഫീച്ചറായിട്ട് ഈ ഫീച്ചറിനെ പറഞ്ഞിട്ട് നോക്കി, നമ്മൾ ആ സ്കെച്ച് ഇട്ട് കൊടുത്തില്ലേ, ആ പോയിന്റ് ഇട്ട് കൊടുത്തില്ലേ, കറക്റ്റ് അവിടെ നമുക്ക് ഓരോ എലിമെന്റ് പ്ലേസ് ചെയ്ത് തരും. ഓക്കെ, ഇനി ഇത്ര ഈ ടൂൾ ഓക്കെ അല്ലേ? പാറ്റേൺസ് ഇത്ര ഓക്കെ അല്ലേ? നമ്മൾ ഷെല്ലൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഷെൽ ടൂൾ പഠിച്ചായിരുന്നു. ഓക്കെ, അടുത്ത് എഴുതിക്കോ ഷെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ, ഇപ്പൊ ഇതിനൊക്കെ ഇതൊരു ഫുള്ളി സോൾവ് അല്ലേ? എനിക്കിത് ഷെൽ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫേസ് ടു റിമൂവ് ഉണ്ട്. ഇവിടെ ഒരു മൾട്ടി തിക്നെസ് ഫേസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഫേസ് ടു ഇവിടെ ഫേസ് ടു റിമൂവ് ആയിട്ട് ഞാൻ ഈ രണ്ട് ഫേസുകൾ പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഷെൽ തിക്നെസ് ആയിട്ട് ഞാനൊരു 5 പറഞ്ഞു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ആ എൻറ്റയർ ജോമെട്രിക്കകത്ത് സെക്ഷൻ വ്യൂ എടുത്തു കഴിഞ്ഞാൽ കാണാം. എൻറ്റയർ ജോമെട്രിക്കകത്ത് സോളിഡ് ഒക്കെ പോയി, ആ രണ്ട് ഫേസുകൾ ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട്. കണ്ടാ?
ആൻഡ് ഫേസ് ആയിട്ട് ഈ ഫേസും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ടോപ്പ് ഫേസ് ഒക്കെ പോയി, ബാക്കിയുള്ള ഫേസിനൊക്കെ തിക്നെസ് കൊടുത്തു. ആ ഇനി നമുക്കത് മൾട്ടി തിക്നെസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇപ്പൊ ഞാൻ നോക്കി ബാക്കി എല്ലാ ഫേസിനും തിക്നെസ് ഒരു ഈ ഗ്യാപ്പ് കണ്ടോ, ഈ ഗ്യാപ്പ്. ആ 5 അല്ല ഇപ്പൊ 2 ആക്കിയത്. ഇനി മൾട്ടി തിക്നെസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ അവിടെ പോയിട്ട് 5 എടുത്തിട്ട് ഈ ഫേസ് പറഞ്ഞു കൊടുക്കുക, എന്ത് സംഭവിക്കുന്നു നോക്കി. ആ ഫേസിന് മാത്രം 5, ബാക്കി എന്നൊക്കെ 2. മൾട്ടി തിക്നെസ് എനിക്ക് വേറെ രീതിയിലും ചെയ്യാം. എനിക്ക് ഈ ഫേസ് സെലക്ട് ചെയ്തിട്ട്, അയ്യോ സോറി അതല്ല, അങ്ങനെയല്ല, ഇതിവിടെ ഈ ഫേസ് സെലക്ട് ചെയ്തിട്ട് ആ ഫേസിന് ഞാനൊരു 8 പറഞ്ഞു കൊടുത്തു, ഈ ഫേസിന് 5 പറഞ്ഞു കൊടുത്തു, ഈ ഫേസിന് 7 പറഞ്ഞു കൊടുത്തു, ബാക്കിയുള്ള ഫേസിനൊക്കെ 2, 8, 5, 2 കണ്ടാ. ഇത് തന്നെ അകത്തേക്കും പുറത്തേക്കും നമുക്ക് ഷെൽ ചെയ്യാം. ഷെൽ ഔട്ട്വേർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോ അകത്തേക്കാണ് ഷെൽ ചെയ്തത്. ഇനി പുറത്തേക്ക് വേണമെങ്കിൽ ആ തിക്നെസ് പുറത്തേക്കായി. ഔട്ട്വേർഡ് ഓഫ് ആണെങ്കിൽ അത് അകത്തേക്കായിരിക്കും. ഉം, എടാ ഇതിപ്പം ഇതിന്റെ ഒരു ഡിഫോൾട്ട് തിക്നെസ് ഉണ്ടായിരുന്നല്ലോ. കാണിച്ചു പറഞ്ഞു പറഞ്ഞു ഇത് നോക്കി. ഇതിന് അകത്തേക്കായിരിക്കും തിക്നെസ് വരുന്നത്. മറ്റേതിന് ഇൻ ഔട്ട്വേർഡ് ആണെങ്കിൽ പുറത്തേക്കായിരിക്കും തിക്നെസ് വരുന്നത്. കാണിച്ചു തരാം. വരും വരും വരും. ഒറിജിനൽ ഡയമെൻഷനിൽ നിന്ന് കൂടുതലായിരിക്കും വരുന്നത്. ഔട്ട്വേർഡ് ആണെങ്കിൽ നോക്കിയോ, ഇതിങ്ങനെ വരും. ഇൻവേർഡ് ആണെങ്കിൽ നോക്കിയോ, ഡയമെൻഷൻ കുറയുന്നത് കണ്ടോ കേട്ടോ. ഇൻവേർഡ് ആണെങ്കിൽ അകത്തേക്ക് തന്നെ വരുന്നത് കണ്ടാ. അതാണ് ആര് ഷെൽ. ഓക്കെ. ഇനി നമുക്ക് വേറെ ടൂൾ നോക്കാം. ആ ടൂളിന്റെ പേര് റിബ് എന്ന് പറയും. റിബ് എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണേ. ഇപ്പോ ഞാനൊരു സെൻട്രൽ ലൈൻ എടുത്ത് സപ്പോർട്ട് റിബ് RIB റിബ് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഞാൻ അതിന് മുമ്പ് ഒരു ഐ സെക്ഷൻ പോലെ സംതിങ്, ഒരു ഐ സെക്ഷൻ ചാനലോ ഇതിലൊക്കെ ഒരു ഐ സെക്ഷൻ ഞാൻ വരയ്ക്കുകയാണ് കേട്ടോ. എന്നാൽ വരയ്ക്കുന്ന രീതി നോക്കിയോ, ഞാൻ അതിന്റെ ഫുള്ളൊന്നും വരയ്ക്കാൻ പോകുന്നില്ല. അതിന്റെ 1/4 വരച്ചിട്ട് ഞാൻ മിറർ ചെയ്യുക. നമുക്ക് ടൂൾസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ യൂസ് ചെയ്ത് മാക്സിമം പണി കുറയ്ക്കാൻ നോക്കണം. ഇതിനെ ഫുള്ളൊന്നും പോയി വരയ്ക്കേണ്ട കാര്യമില്ല. ഐ സെക്ഷൻ ഒക്കെ വരയ്ക്കും അല്ലേ. ഐ സെക്ഷൻ വെച്ചാൽ അതിന്റെ 1/4 ആവശ്യമുള്ളൂ. കാണിച്ചു തരാം എങ്ങനെയാണെന്ന് മനസ്സിലായില്ലെങ്കിൽ. ഞാൻ ഇത്രയും വരച്ചു കഴിഞ്ഞിട്ട് മിററിനകത്ത് പോയി സ്കെച്ചിന്റെ അകത്ത് തന്നെ മിറർ ചെയ്യാം. ഇൻഡിറ്റീസ് ടു മിറർ ആയിട്ട് ഇത്രയും സാധനങ്ങൾ സെലക്ട് ചെയ്ത് മിറർ അബൌട്ട് ഇതിന്, അപ്പോൾ ഒരു പകുതിയായി. ഇനി അതേപോലെ തന്നെ മിറർ അബൌട്ട് ഇതിനെ എൻറ്റിറ്റീസ് ആയിട്ട് ഇത്രയും സാധനങ്ങൾ സെലക്ട് ചെയ്ത് കേട്ടാ. അല്ല റിവോൾവ് ചെയ്യല്ല, ഐ സെക്ഷൻ അല്ല. ഇതിനിപ്പോ ചുമ്മാ ഇങ്ങനെ എക്സ്ട്രൂഡ്. ഓക്കെ. ഞാൻ ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു പ്ലേറ്റ് എന്തെങ്കിലും വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കട്ടെ. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സാധനമൊക്കെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കട്ടെ. ഈ റിബൊക്കെ കൂടുതൽ വരുന്നത് ഇതേപോലത്തെ കേസിലാണ് കേട്ടോ. ഇതുപോലത്തെ വെച്ച് കഴിഞ്ഞാൽ ഈ വെൽഡ്മെന്റ് വർക്കുകളിലൊക്കെയാണ് കൂടുതലും വരുന്നത്. ഫീച്ചർ എക്സ്ട്രൂഡ് ഇങ്ങോട്ടല്ല, അതൊരു ഡയറക്ഷനിൽ മാത്രം മതി. ബ്ലൈൻഡ്
ഇങ്ങനത്തെ ഡയറക്ഷൻ. ഇവിടെയൊക്കെ വെൽഡ് കാണും, പക്ഷെ ഇതിനൊരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ലോഡ് വരുന്നതെന്നിരിക്കട്ടെ. ലോഡ് ഇങ്ങനെ മുകളിൽ നിന്നൊക്കെ വരുന്ന പോർഷൻ ആയിരിക്കട്ടെ. ഫില്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു വേറൊരു കേസ്. അതല്ലാതെ എനിക്ക് ഇവിടെ ഒരു റിബായിട്ട് നമുക്ക് ചിലപ്പം കാണാം, ഒരു ചെറിയൊരു പീസ് ഇങ്ങനെ വെൽഡ് ചെയ്ത് വെച്ചേക്കും. അത് കറക്റ്റ് നടുക്കത്തെ പ്ലെയിൻ കണ്ടോടാ, നടുക്കത്തെ പ്ലെയിൻ ഉണ്ടോ? നടുക്കത്തെ പ്ലെയിനിൽ ഞാൻ ദേ ഇങ്ങനെ പോയിട്ട് ഒരു സ്കെച്ച് കൊടുക്കുക. സ്കെച്ച് കൊടുക്കാൻ നേരത്തെ എനിക്ക് ഇവിടുത്തെ അകത്തെ പോർഷൻസ് കാണാൻ വേണ്ടി ഞാൻ ദേ ഇവിടെ പോയിട്ട് ഡിസ്പ്ലേ സ്റ്റൈലിനകത്ത് പോയിട്ട് ഇത് ഓൺ ചെയ്തു. അപ്പൊ അകത്തെ ലൈൻ എനിക്ക് കാണാൻ പറ്റിയല്ലോ. എന്നിട്ട് ഞാൻ ദേ ഇവിടെ ഇങ്ങനെ ഒരു സാധനം വരച്ചു കൊടുക്കുക. വരച്ച് കഴിഞ്ഞ് ടൂള് ഫൈനൽ ആവുന്നതിനൊക്കെ മനസ്സിലാവും എന്തിനാ അങ്ങനെ ചെയ്തെന്ന്. അത് ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ആയിട്ടാണ് വരച്ചു കൊടുത്തത്, ശ്രദ്ധിച്ചല്ലോ. 80 85 ഉണ്ടെങ്കിലും അതൊരു ഓപ്പൺ ഒരൊറ്റ ലൈനാണ് വരച്ചേക്കുന്നത് ഇങ്ങനെ. ഞാനത് വീണ്ടും ഒരു വ്യൂ മോഡ് നിന്ന് മാറ്റിയിട്ടേക്കുന്നു. ഇത് കണ്ടോ? ഇനി റിബ് ടൂൾ പറയാം. റിബിനകത്ത് ഇതേപോലൊരു സ്കെച്ച് വേണം. ആ സ്കെച്ചിനെ പറഞ്ഞു കൊടുത്തിട്ട് ആ ഡയറക്ഷൻ കണ്ടോ, അകത്തേക്കാ ഡയറക്ഷൻ ചോദിക്കുന്നത്. അതെനിക്ക് ചിലപ്പോൾ ഇങ്ങനെ സൈഡിലേക്ക് റിബ് പോകും, അതല്ല എനിക്ക് വേണ്ടത്, ഇവിടെ അകത്തേക്ക് എനിക്ക് വേണ്ടത്. എന്നിട്ട് അതിന്റെ ഒരു തിക്നെസ് പറഞ്ഞു കൊടുക്കും. ആ തിക്നെസ് 1 ഡയറക്ഷൻ ആണോ 2 ഡയറക്ഷൻ, ഇത് കണ്ടിട്ട് മനസ്സിലായല്ലോ. തിക്നെസ് നടുക്കിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആണോ, അതോ ഇങ്ങോട്ട് മാത്രമാണോ ഇങ്ങോട്ട് മാത്രമാണോ എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ റിബ് വന്നു കണ്ട, ഇതാണ് റിബ്. ആ റിബും ഇവിടെ ഇതുമായിട്ടും ഈ പീസുമായിട്ടും ഇത് ബൈ ഡിഫോൾട്ട് 10 ഉണ്ടായിരുന്നു, ഞാനത് ഒരു 20 ആക്കി. എല്ലാം നമ്മൾ അങ്ങനെ സോൾഡിക്സ് എല്ലാ ഓപ്ഷനും ഇവിടെ കാണും, ഇവിടെ ഉണ്ട്, എല്ലാ ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഓക്കെ. ഏ ഇപ്പൊ ഇവിടെ ലോഡ് വന്നു കഴിഞ്ഞാൽ അതിനൊരു ചെറിയൊരു താങ്ങും കൂടി ആയില്ലേ. അങ്ങനെയാണ് റിബ് ടൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതാണ് റിബ്. ആക്ച്വലി ഇത് നമ്മുടെ ഒരു സോളിഡ് മോഡലിംഗ് ടൂൾസ് ഇത്രയൊക്കെയാണ് വരുന്നത്. ഇത്രയും ടൂൾസ് വെച്ച് വേണം നമ്മൾ. കേർസ് പറഞ്ഞാണോ? ഹെലിക്സ് ആൻഡ് സ്പൈറൽ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ? ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ കേട്ടോ. ഇപ്പം അതെ, അത് മാത്രമേ ഉള്ളൂ. നമ്മൾ സ്പ്രിങ് വരയ്ക്കുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊന്നും പറഞ്ഞിട്ടില്ല. അത് ചെയ്ത് നോക്കണേ. ഹെലിക്സ് ആൻഡ് സ്പൈറൽ യൂസ് ചെയ്ത് നമ്മളൊരു സ്പ്രിങ് ഒക്കെ വരച്ച. ഓക്കെ, അതിന്റെ വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ കയ്യില്. ഓക്കെ, ആ ഇതിന്റെ വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു അതിന്റെ. അയച്ചായിട്ടൊരു ഓർമ്മ. ഓക്കെ, അപ്പോൾ ഇപ്പൊ ഇത്രയും വെച്ചിട്ട് നമ്മുടെ സോളിഡിലെ എസെൻഷ്യൽ ടൂൾസ് ആയി. ഇനി നമുക്ക് കുറച്ച് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഒരു കേഴ്സ്. ഹെലിക്സ് ആൻഡ് സ്പൈറലിന് ഒരു വേറൊരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് സ്പ്ലിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ? സ്പ്ലിറ്റ് ലൈൻ. അതെ അതെ. എടാ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്.